ഇപ്പോൾ സിജോ കൂടെ ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാൻ. സിജോ, 2 തവണ ഇരാറ്റുപേട്ട പോലീസ് പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയിരുന്നു നോട്ടീസ് നൽകാൻ. 2 തവണയും പി.സി. ജോർജിനെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ താൻ തന്നെ ഹാജരായിക്കോളാം തിങ്കളാഴ്ച എന്നൊരു നീക്കം പി.സി. ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴും സമാന്തരമായി എങ്ങനെ പോലീസിന്റെ നീക്കങ്ങൾ നടക്കുന്നു? ഇന്ന് തന്നെ പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു വാർത്ത എല്ലാം പുറത്തു വന്നിരുന്നു. പക്ഷേ ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റ് അത് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, തിങ്കളാഴ്ച ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പി.സി. ജോർജ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഷോൺ ജോർജാണ് പറഞ്ഞിരിക്കുന്നത്. പി.സിയുമായി അടുത്ത ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷോൺ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പി.സി. ജോർജ് നിരവധി തവണ എം.എൽ.എ ആയിട്ടുള്ള ഒരാളാണ്, പൊതുപ്രവർത്തകനാണ്, ദീർഘകാലം പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എന്തായാലും ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ ഒളിച്ചോടി പോകേണ്ട ഒരു കാര്യമില്ല. ചില വ്യക്തിപരമായ സൗകര്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഈ ഷോൺ ജോർജ് പറയുന്നത്. സിജോ, അതേസമയം ഈ ഷോൺ ജോർജ് ഇത്തരത്തിൽ ഈ പറയുന്നുണ്ടെങ്കിലും ഈ പി.സി. ജോർജുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഈ കേസിൽ തന്നെ അറസ്റ്റ് വൈകിപ്പിച്ചതിൽ പോലീസ് വലിയ രീതിയിൽ വിവാദങ്ങളൊക്കെ തന്നെ നേരിട്ടതുമാണ്. ഇനിയും അത്തരത്തിൽ അറസ്റ്റ് വൈകിപ്പിക്കുമോ പോലീസ്? ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റ് അത് വേണ്ട എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പോലീസ് ആരംഭഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന കാര്യം മുമ്പും ഇതിന് സമാനമായ രീതിയിൽ പി.സി. ജോർജിനെതിരെ ആരോപണങ്ങൾ, പരാതികളെല്ലാം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ ഒരു അറസ്റ്റും അതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടമായി കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഒരിട വരുത്തണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പോലീസ് സ്വീകരിക്കുന്നത്. ഘട്ടം ഘട്ടമായി തന്നെ ഈ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജിൻ്റെ അറസ്റ്റിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഇന്ന് ആദ്യം രാവിലെ തന്നെ ഇവിടെ പി.സി. ജോർജിൻ്റെ വീട്ടിലെത്തി ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത്. നേരിട്ട് സ്റ്റേഷനിൽ എത്തണമെന്ന് കാട്ടിയാണ് ഈ കത്ത് നൽകാനായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. പക്ഷേ പി.സി. ജോർജ് വീട്ടിലില്ലായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞതോടുകൂടി മടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് വീണ്ടും രണ്ടാമത് ഈ ഒരിക്കൽ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. പി.സി. ജോർജിൻ്റെ മൊബൈൽ ഫോൺ, ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അന്വേഷണം എല്ലാം തന്നെ പോലീസ് നടത്തുന്നുമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് പി.സി. ജോർജിൻ്റെ വീട്ടിൽ രണ്ടാമത് വീണ്ടും പോലീസ് എത്തുന്നത്. പക്ഷേ അപ്പോഴും ഇവിടെ പി.സി. ജോർജ് ഇല്ല എന്ന് കുടുംബാംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് മടങ്ങുകയുമായിരുന്നു. അതിന് പിന്നാലെയാണ് നമ്മൾ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പി.സി. ജോർജ് തിങ്കളാഴ്ച ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും, അതിനുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കത്ത് നൽകിയിരിക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, മറ്റു ചില വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കത്ത് നൽകിയിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ BJP നേതൃത്വത്തിൻ്റെ നിർദ്ദേശവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമീപനം BJP നേതൃത്വം ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ പി.സി. ജോർജ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു സൂചനകൾ കൂടി ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. എന്നാലും നിലവിൽ ഈ വീട്ടിൽ പി.സി. ജോർജ് ഇല്ല. അല്പസമയത്തിനകം തന്നെ ഷോൺ ജോർജ് ഇവിടെ വരുമെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കുമെന്നൊരു പ്രതീക്ഷയും നമുക്കുണ്ട്. സ്നേഹം. ശരി, അത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. വിദ്വേഷ പരാമർശ കേസിൽ നിലവിൽ അറസ്റ്റ് വൈകിപ്പിക്കാനാണ് BJP നേതാവ് പി.സി. ജോർജിന്റെ ശ്രമം. ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്, അതുകൊണ്ട് നാട്ടിലില്ല, തിങ്കളാഴ്ച ഹാജരാകാം എന്ന കാര്യമാണ് പി.സി. ജോർജ് പോലീസിനെ രേഖാമൂലം അറിയിക്കുന്നത്.